ഹലോ, വെൽക്കം ബാക്ക് ഗൈസ്. അപ്പം നമ്മളിന്ന് നമ്മുടെ സിസ്കിയുടെ ഫോർക്കിൻ്റെ ഇന്നർ ട്യൂബ് നമ്മൾ മാറ്റി വേറെ ഇടുകയാണ്. അതിന് ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം മാറ്റി അതിൻ്റെ ഓയിൽ സീൽ നമ്മൾ മാറാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്ക് അവർ പറഞ്ഞു അതിൻ്റെ ഇന്നർ ട്യൂബിന് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഇക്കയാണ് ഇതെല്ലാം മാറ്റിത്തരുന്നത്. ആലപ്പുഴ YMCയിലാണ് നമ്മൾ മാറ്റുന്നത്. അപ്പം കാണിക്കാം നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് മാറ്റുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ കൂടുതൽ ഡീറ്റെയിലായിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, കാരണം അവർക്കും ഒരു ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ ആദ്യം ഇത് വീട്ടിൽ ചെയ്യാൻ നോക്കും, പക്ഷേ അതിനുള്ള ടൂളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇത് മാത്രം നമ്മളിപ്പം ഷോറൂമിൽ ഇപ്പം പുതിയ 2 സ്റ്റെമ്പാണ് മേടിച്ചിരിക്കുന്നത്. ഇതാണ് ഇന്നർ ട്യൂബിൻ്റെ ആകം. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതാണ് മെയിനായിട്ട് വരുന്ന ഫോർക്ക്. നമ്മൾ ഇന്നർ ട്യൂബിന് ഒരെണ്ണത്തിന് ഏതാണ്ട് 900 സംതിങ് ആണ് വന്നിരിക്കുന്നത്. അപ്പം പുതിയത് പുള്ളിക്കാരൻ എടുത്ത് ഇടുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ പുതിയ ഇന്നർ ട്യൂബാണ്. അതിട്ട് അതിൻ്റെ അകത്ത് കറക്റ്റ് ഓയിൽ സീലും കാര്യങ്ങളൊക്കെ ഇട്ട്, അപ്പോൾ അതിൻ്റെ മേള് വശത്തായിട്ട് നമ്മുടെ എല്ലാങ്കി ഉണ്ട്. എല്ലാങ്കി വെച്ച് ടൈറ്റ് ചെയ്തിട്ട് വേണം ആ സാധനം ഇടാൻ. മാത്രമല്ല നമ്മുടെ ഇന്നർ ട്യൂബിൻ്റെ അകത്ത് അറ്റത്തായിട്ട് നമ്മുടെ ഓൾഡ് ഇന്നർ ട്യൂബിൻ്റെ ഒരു ചെറിയ മെറ്റൽ വാഷർ വരും. അത് ഉൾപ്പെടെ ഇട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. പുതിയ ഇന്നർ ട്യൂബിനകത്ത് മെറ്റൽ വാഷർ കാണത്തില്ല, അപ്പോൾ അത് അതിന് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പം ഇത് ചെയ്ത് കഴിഞ്ഞ് അത് നേരെ താത്തിയിട്ട് വേണം. ഞാൻ കാണിച്ചിട്ട് നിങ്ങൾ പുള്ളിക്കാരൻ ചെയ്യുന്ന പോലെ നോക്കിയാൽ മതി. അത് വെച്ചാണ് പുള്ളിക്കാരൻ ടൈറ്റ് ചെയ്യുന്നത്. മീൻസ് ഒരു പാര പോലത്തെ സാധനം അത് അതിൻ്റെ അകത്ത് കയറ്റി ഇതിന് ഇന്നർ ട്യൂബ് തുറക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. അതിനുവേണ്ടി മാത്രമായിട്ട് ഉണ്ടാക്കിയൊരു സാധനമാണ്. കാരണം അത് ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് തുറക്കാൻ പറ്റത്തില്ല. അതൊരു പാര പോലെ ഇരിക്കും, കണ്ട് ഞാൻ കറക്റ്റ് സ്ക്രോളായിട്ട് ഇരിക്കും. അത് അടിച്ചടിച്ചാണ് പുള്ളിക്കാരൻ തുറക്കുന്നത്. അപ്പം ഇതെല്ലാം മാറിയപ്പോഴത്തേക്ക് നമ്മുടെ ഷോക്കിൻ്റെ ബ്ലാക്ക് കളറിലെ ഫോർക്കിൻ്റെ അസംബ്ലിക്ക് മൊത്തം സ്ക്രാച്ചൊക്കെ ആയി. അപ്പം പെയിൻ്റെല്ലാം പോയി. കാരണം അത് അടിച്ചടിച്ച് ഊരുമ്പോഴത്തേക്ക് ആ ഒരു പ്രശ്നം വരും. പക്ഷേ ഇന്നർ ട്യൂബ് മാറ്റിയിട്ട് ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല. നമുക്കിനി ഓടിയിട്ട് നാളെ, ഇപ്പം നമ്മൾ 25-ാം തീയതിയാണ് രാവിലെ ഓളിൻ്റെ റൈഡും കാര്യങ്ങളൊക്കെ പോവുകയാണ്. അപ്പം നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്യുവാണ്. കുറേ വർഷത്തെ ആഗ്രഹമാണ്, അപ്പോൾ അതൊക്കെ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മൾ ചെയ്യിക്കുന്ന സംഭവമാണ്. ഇപ്പോൾ വീഡിയോ 2 ദിവസം മുന്നേ എടുത്തതാണ്. ഇപ്പോൾ നമ്മൾ പോകുന്നതിൻ്റെ ഈ തിരക്ക് കാരണം എനിക്ക് അപ്ലോഡ് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ അങ്ങനെയൊന്നും പറ്റിയിട്ടില്ല. ഞാൻ ഈ സൗണ്ടൊക്കെ വീട്ടിൽ വന്ന് എഡിറ്റ് ചെയ്യുന്നതാണ് ഇരിക്കുന്നത്. കാരണം അവിടെ ഓൾറെഡി വേറെ സൗണ്ടും കാര്യങ്ങളൊക്കെ കാണുന്ന കാരണം സംസാരിക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടുള്ള കാരണം ഞാൻ വീട്ടിൽ വന്ന് രണ്ടാമത്തെ സൗണ്ട് റെക്കോർഡ് ചെയ്താണ് ഞാൻ ഇന്നത്തെ കയറ്റുന്നതും എഡിറ്റ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് നോക്കാം. ഇതിപ്പം ഇന്നർ ട്യൂബ് നമുക്ക് ലോക്കലായിട്ടുള്ള വേറെയും കിട്ടും, വേറൊരു കമ്പനിയുടെ കൂടെ കിട്ടും. പക്ഷേ അത് നമ്മൾ ചെയ്തില്ല. ഇത് ഒറിജിനൽ ബജാജിൻ്റെ ആണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ഈ അറ്റത്താണ് നമ്മുടെ ഫോർക്ക് എക്സ്റ്റൻഡ് നമ്മൾ ഓൾറെഡി വെച്ചിട്ടുണ്ട്. അത് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ അകത്താണ്. ഇനി ഇതിനകത്ത് നമുക്ക് സ്പ്രിങ് ഇടണം. ഇത് ആ മൂലയ്ക്ക് ഇരിക്കുന്ന ആ ഒരു സാധനമാണ് നമ്മുടെ ഫോർക്ക് എക്സ്റ്റൻഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ മുമ്പത്തെ വീഡിയോ നിങ്ങൾ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ രണ്ടാമത് ആ ഫോർക്ക് ഒന്നും കൂടെ ടൈറ്റ് ചെയ്ത് അത് ചെയ്യുവാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് പുള്ളിക്കാരൻ കോസ്റ്റ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ സർവീസ് ചാർജ് 500 ആയി. നമുക്കിത് ഷോറൂമിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 800 രൂപയാവുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് മാത്രം നമ്മൾ ഷോറൂമിൽ കൊടുത്തില്ല. മാത്രമല്ല, ഷോറൂമിൽ കൊടുത്തിട്ട് നമുക്ക് പല രീതിയിലുള്ള കംപ്ലയിൻറ്റ് നമുക്ക് പിന്നെയും വന്ന് ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല ഷോറൂമിൽ കൊടുത്തിട്ട്. അതാണ് പ്രശ്നം വന്നത്. സോറി, എനിക്ക് ഈ വീഡിയോ ഇങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ, ഞാൻ ശ്രദ്ധിച്ചില്ല. അതാണ് എനിക്ക് ഇപ്പോൾ ഇത് വെർട്ടിക്കലി ആയിട്ട് പോയത് കേട്ടോ. അതൊന്നും വിചാരിക്കല്ലേ. അതാണ് നമ്മുടെ പുതിയ ട്യൂബും കാര്യങ്ങളും. അതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത സൈഡിൽ ഫോർക്ക്. ഇതാണ്. അപ്പം ഇതിപ്പോൾ പുള്ളിക്കാരൻ കാണിച്ചു തരും നമുക്ക് അതിൻ്റെ കറക്റ്റ് സാധനത്തെ. ഇത് നമ്മുടെ ഓയിൽ സീലിൻ്റെ അകത്തുള്ള മെറ്റലിൻ്റെ ഒരു സീലാണ്. അത് ലോക്കാണ്. ആ സാധനം ഊരിയാൽ മാത്രമേ വരത്തുള്ളൂ. നമ്മുടെ അതിപ്പോൾ 2-3 ആഴ്ച ഇപ്പം നമ്മൾ ഓടിയാലും പുതിയ ഓയിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരും. ഇതാണ് നമ്മുടെ ഫോർക്കിൻ്റെ പ്രശ്നം. ഇതായിരുന്നു. ഇത് കാണിച്ചുതരാം. ആ സ്ക്രാച്ച് ഇപ്പോൾ കാണിച്ചുതരാം ക്ലിയറായിട്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നറിയത്തില്ല. ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. നമ്മുടെ കണ്ണിന് കൂടെ തന്നെ കാണാൻ പാടാണ്. ഇത് ആ ഒരു പോയിൻ്റ് ഉണ്ട്. അത് മതി നമ്മുടെ സീല് നശിപ്പിക്കാൻ വേണ്ടി. ആ ഒരു സ്ക്രാച്ച് മേളിലേക്കും താഴത്തേക്കും പോകുമ്പോൾ തന്നെ ഓയിൽ സീല് കംപ്ലൈൻ്റ് ആവും.
അതാണ് കൂടുതലും കംപ്ലൈൻറ്റ് വരുന്നത്. മാത്രമല്ല ഇത് ആ ഭാഗം ഓടി സ്മൂത്താവുകയോ കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടുമുണ്ട് ഓൾറെഡി. ഇപ്പം നമ്മുടെ ഇതിനകത്ത് ഓയിൽ ഊറ്റിക്കളയുവാണ് ചെയ്യുന്നത്. ആ ഓയിൽ നമുക്കൊന്നിനും ഉപയോഗിക്കാൻ പറ്റത്തൊന്നുമില്ല. ശരിക്കും തിന്നായിട്ടുള്ള ലിക്വിഡാണ്. അപ്പോൾ അത് നമുക്ക് വേറെ ചെയിനോ കാര്യങ്ങളോ അങ്ങനെ ഒന്നിനും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം നമ്മുടെ ഫോർക്കിൻ്റെ കവറ്, പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ 2 ബുഷ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ഓയിൽ സീല് കാര്യങ്ങളൊക്കെ. ഇതാണ് ഇതിന് MRP ഒരെണ്ണത്തിന് 78 രൂപ 80 രൂപ ആ ഒരു റേറ്റ് അങ്ങാണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മുടെ ഫോർക്കിൻ്റെ ഓയിലാണ്. ഇതിൻ്റെ ഒരെണ്ണം ഇതിൻ്റെ റേറ്റ് ഏതാണ്ട് 53 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ ഇത് നമ്മൾ ജസ്റ്റ് എന്തെങ്കിലും ഓൾ ഇന്ത്യ റൈഡൊക്കെ പോലെ 100 രൂപയുടെ കാര്യമേ ഉള്ളൂ. അപ്പോൾ അതും ഒരെണ്ണം വാങ്ങിച്ചു. പൊടി അടിക്കണമെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ 6 ഹൈറ്റ് കൂട്ടിയത് കാരണം ബാറ്ററിക്ക് അത് എടുത്ത് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അത് ഊരി വരത്തില്ല. കാരണം 4 പിസ്റ്റൻ്റെ വെച്ചിരിക്കുന്ന കാരണം ആ ഒരു സീനുണ്ട്. ഇപ്പം ഇത് പുള്ളിക്കാരൻ ആ പാര പോലത്തെ ഇതിൻ്റെ അറ്റം കറക്റ്റ് നമ്മുടെ പിന്നെ ബോക്സ് പോലെ തന്നെ ഇരിക്കും. ഈ പാര പോലെ ഇരിക്കുന്ന സാധനം അതാണ് അകത്തേക്ക് കയറ്റിയിട്ട് മേളിൽ കൂടെ അടിച്ച് അത് കഴിഞ്ഞ് അതിൻ്റെ അകത്ത് ഇനി എല്ലാങ്കി വെക്കും. എല്ലാങ്കി വെച്ചിട്ടാണ് ആ നട്ട് ഊരുന്നത്. എല്ലാങ്കി ടൈപ്പ് നട്ടാണ് ഇരിക്കുന്നത്. ഞാൻ രാവിലെ മുതൽ വന്നിട്ട് ഒരു 12 മണിയായപ്പോഴാണ് വർക്ക്ഷോപ്പിൽ നമുക്ക് വണ്ടി കയറ്റി പണി തുടങ്ങിയത് തന്നെ. ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ കാരണം ഭയങ്കര വർക്കാണ് എല്ലാവർക്കും. അത് കഴിഞ്ഞ് എല്ലാങ്കി എടുത്ത് അതിൻ്റെ അകത്ത് വെച്ച് അതിനും 2 അടി കൊടുത്തിട്ടാണ് ഇതെല്ലാം വെക്കുന്നത്. ടോട്ടൽ ഷോക്കിന് അടിയാണ്. മേളിൽ നിന്നും താഴെ നിന്നും ഒക്കെ അടിച്ച് കയറ്റിയിട്ടാണ് ഇത് ഊരിയെടുക്കുന്നത്. അത് കാരണം നമുക്ക് ഈ സാധനം ഈ ടൂൾസ് ഇല്ലെന്നുണ്ടെങ്കിൽ ഈ സാധനം ഊരാൻ പറ്റത്തില്ല. ഇത് നമ്മുടെ പണ്ടത്തെ ഓയിൽ സീലാണ്. അതിൻ്റെ കോലം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും. ഇത് നിങ്ങൾ ക്യാമറയെ പിടിച്ച് ഇതിപ്പോൾ എങ്ങനെ മനസ്സിലാക്കുമെന്ന് എനിക്ക് മനസ്സിലാവും. അതാണ് എൻ്റെ ഒരു പ്രശ്നം. അതിൻ്റെ ഞാൻ നോക്കട്ടെ. ഇത് അതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതിൻ്റെ ഓയിൽ പോയിരിക്കുന്ന ആ സ്ക്രാച്ച് മേടിക്കുന്ന ഭാഗം നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് മതി. അതിനകത്ത് മേളകം താഴത്തേക്കും പോകുന്ന ആ പ്രഷറിൽ തന്നെ ഭയങ്കര ഇതാണ്. സ്ക്രാച്ച് വീണ് കഴിഞ്ഞാൽ അതിലും വഴി സുഖമായിട്ട് ഊരി വരും. അതാണ് മെയിൻ അടുത്ത കാര്യം. പുള്ളിക്കാരൻ നീ ഒരിക്കും ഇപ്പോൾ വേറെ വർക്കിന് വെളിയിലേക്ക് പോയി. ഇപ്പോൾ വരും. ഇപ്പം അടുത്ത അവൻ ഓയിലിൽ തന്നെ ഊറ്റി മാറ്റി വെക്കുവാണ്. അതിനകത്ത് നിന്ന് നട്ട് അത് ഊരി എടുത്തിട്ട് വേണം ഇത് പൊക്കി മാറ്റാം. എന്നാലും ഇത് ഊരി വരത്തുള്ളൂ. അപ്പോൾ ഗൈസ്, ഞാൻ ഇത് ഈ ഓഡിയോ അല്ല, ഞാൻ വീഡിയോ എടുത്തിട്ട് സെപ്പറേറ്റാണ് ഞാനിതിൽ ഈ ഓഡിയോ എല്ലാം ഞാൻ ചെയ്യുന്നത്. സോ അതിൻ്റേതായിട്ടുള്ള പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം അവിടെ വെച്ച് സംസാരിക്കാൻ പറ്റാത്തൊരു പ്രശ്നം കാരണമാണ്. കാരണം അവിടെ അവർക്കും ബുദ്ധിമുട്ടാണ്, അവരുടെ ജോലി നടക്കത്തില്ല. അതുകൊണ്ട് മാത്രമാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് തന്നെ സംസാരിച്ച് അത് സെറ്റ് ചെയ്തതിന് മാത്രമല്ല സറൗണ്ടിങ്സും ഭയങ്കര ശബ്ദമാണ്. അപ്പം ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. നാളെ മുതൽ നമ്മുടെ ഓൾ ഇന്ത്യ റൈഡ് വരുന്ന വീഡിയോസൊക്കെ വരും. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.